നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അസാധാരണമായൊരു സീസൺ ആയിരുന്നല്ലോ 2024-25 സീസൺ. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടിയായപ്പോൾ സീസൺ ഇനിയും അവസാനിച്ചിട്ടില്ല. നാളെയാണ് സീസണിലെ അവസാന മത്സരം. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ ചെൽസിയും PSG തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഈ സീസണിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബാലൺ ഡിയോർ കൊടുക്കുമ്പോൾ അത് ആർക്കായിരിക്കും ലഭിക്കുക? എന്തായാലും ബാലൺ ഡിയോറിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റൊക്കെ അടുത്ത മാസം പുറത്തു വരാനിരിക്കവേ ഇതാ ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലെ പാരീസിയന് ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള 12 ജേർണലിസ്റ്റുകളോട്, ഫുട്ബോൾ എക്സ്പേർട്ടുകളോട് 2025 ബാലൺ ഡിയോർ ആർക്കായിരിക്കുമെന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. 10 താരങ്ങളുടെ റാങ്കിങ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പെഡ്രിയാണ് 10ാം സ്ഥാനത്ത്. ബാലൺ ഡിയോർ സാധ്യതയിൽ ഇതൊരു പവർ റാങ്കിങ് പോലെ എടുക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്ത്, റാങ്കിങ്ങിൽ 10ാമത് പെഡ്രി. 15 പോയിൻ്റാണ് അദ്ദേഹത്തിന് ഈ എക്സ്പേർട്ടുകളിൽ നിന്നും ജേർണലിസ്റ്റുകളിൽ നിന്നും ലഭിച്ചത്. റാഫീഞ്ഞയാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് താഴെ നിന്ന് 2ാം സ്ഥാനമാണ്, അതായത് 9ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്താണ് റാഫീഞ്ഞ, 16 പോയിൻ്റ്. 7ാം സ്ഥാനത്ത് ജിയാൻലുigi ഡൊണാരുമ, 22 പോയിൻ്റ്. 7ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ, 25 പോയിൻ്റ്. 6ാം സ്ഥാനത്ത് ന്യൂനോ മെൻഡസ്, 36 പോയിൻ്റ്. മോസലയാണ് 5ാം സ്ഥാനത്ത്, 52 പോയിൻ്റ്. അഷ്റഫ് ഹക്കീമി 62 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്ത്. വിറ്റീഞ്ഞ 100 പോയിന്റുമായിട്ട് 3ാമത്. ലാമിൻ യമാൽ 127 പോയിന്റുമായിട്ട് 2ാമത്. ഒസ്മാൻ ഡെംബലെ 155 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത്. സോ കാര്യം വളരെ വ്യക്തമാണ്. ഈ 3 പേർ തമ്മിൽ ഇത്തവണത്തെ ബാലൺ ഡിയോറിന് ഒരു മികച്ച പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. ഡെംബലെ, യമാൽ, വിറ്റീഞ്ഞ. എന്തായാലും ഈ പവർ റാങ്കിൽ 1ാമത് ഡെംബലെ, 2ാമത് യമാൽ, 3ാമത് വിറ്റീഞ്ഞ, 4 അഷ്റഫ് ഹക്കീമി, 5 മോസല, 6 ന്യൂനോ മെൻഡസ്, 7 എംബാപ്പെ, 8 ഡൊണാരുമ, 9 റാഫീഞ്ഞ, 10 പെഡ്രി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.